നമസ്കാരം. എന്തുകൊണ്ട് ഇന്ത്യ മോദി ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലത്തെ നീണ്ട ദശാബ്ദങ്ങളായുള്ള കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ നിന്നും എന്തുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ 140 കോടി ജനങ്ങൾ ഭരണം തിരികെ എടുത്ത് മോദിയെ പോലെ ഒരു മനുഷ്യന് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ, അതിന്റെയൊക്കെ ഉത്തരം കോൺഗ്രസിന്റെ കുത്തഴിഞ്ഞ ഭരണവും അഴിമതിയും തന്നെയാണ് എന്ന് വ്യക്തമായി പറയേണ്ടി വരും. സ്വന്തം കുടുംബം വികസിച്ചു എന്നതിനപ്പുറം ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എണ്ണി പറയാൻ ഒരെണ്ണം പോലും ഇല്ലാത്ത അത്ര അധപതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായി പോയി കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് പോലും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി കോൺഗ്രസ് ഇത്ര കണ്ട് വീർപ്പ് മുട്ടുന്നതിന്റെ കാരണം. സോണിയയ്ക്ക് ശേഷം കുടുംബാധിപത്യം നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നുവെങ്കിലും അത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന സ്ഥാനത്ത് തന്നെ ഒതുങ്ങുന്നതിന്റെ കാരണം ഇത്തരത്തിൽ അനവധിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നായ ഹെറാൾഡ് കേസ് വീണ്ടും പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കേസിന് പുതിയ മാനങ്ങൾ കൈവരുമ്പോൾ അമ്മയും മോനും അഴിയെണ്ണും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പുതിയ ക്രിമിനൽ ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രാജ്യത്തെ രാഷ്ട്രീയ നിയമ ചർച്ചകളെ വീണ്ടും ഉജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സ്വത്തുകളും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചുണ്ടായ അഴിമതി ആരോപണങ്ങൾ വർഷങ്ങളായി പൊതുസ്ഥലത്ത് ചർച്ചയായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കേസിന്റെ പുതിയ റിപ്പോർട്ടുകൾ ഈ വിഷയത്തെ പൂർണ്ണമായും പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുന്നു. ഒരു ദേശീയ പത്രസ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശ കൈമാറ്റം, അതിനു പിന്നിലെ സാമ്പത്തിക അഴിമതികൾ, പൊതുസമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്തി കൈകാര്യം ചെയ്യലിലെ സുതാര്യത എന്നിങ്ങനെ ജനാധിപത്യത്തിന്റെയും ഭരണകാര്യക്ഷമതയുടെയും അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ഈ കേസ് വീണ്ടും ഉയർത്തിക്കാണിക്കുന്നത്. പാർട്ടികൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകളും പാർട്ടിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനങ്ങളും എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ വേദിയുടെ വിശ്വാസ്യത നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ ഒരു പ്രസാധക സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് പറയുന്ന ക്രമക്കേടുകൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ അത്ഭുതപ്പെടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേരിട്ട് നിയന്ത്രിച്ചിരുന്ന സ്ഥാപനത്തിൽ സുതാര്യതയുടെ അഭാവം ആരോപിക്കപ്പെടുമ്പോൾ അതിന്റെ അന്വേഷണം ഭരണകൂടത്തിന്റെ കടമ മാത്രമല്ല, പൊതുജനങ്ങളുടെ അവകാശം കൂടിയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇരുവരെയും 1ഉം 2ഉം പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. യങ് ഇന്ത്യ, ഡോട്ടെക്സ് മർച്ചന്റ്സ്, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ കോൺഗ്രസ് നേതാക്കളായ സുമൻ ദുബെ, സാം പിത്രോദ, ഡോട്ടെക്സ് പ്രൊമോട്ടർ സുനിൽ ഭണ്ഡാരി അടക്കമുള്ളവർ കേസിൽ പ്രതികളാണ്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃ കമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്സിനെ വഞ്ചനാപരമായി കൈവശപ്പെടുത്താൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. നാഷണൽ ഹെറാൾഡ് ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി നൽകിയ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹി പ്രത്യേക കോടതി ഡിസംബർ 16-ന് വിധി പറയാനിരിക്കെയാണ് പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു കേസ് ഉയരുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അനാവശ്യമായി പ്രകടിപ്പിക്കുന്ന പൊള്ളയായ ആത്മവിശ്വാസമാണ്. കേസിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിലവിലെ മോദി ഭരണകൂടം അഴിമതിക്കെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാട് പൊതുസമൂഹത്തിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നില്ല. വർഷങ്ങളായി രാഷ്ട്രീയവും ബ്യൂറോക്രാറ്റിക് സംവിധാനവും പിടിപെട്ടിരുന്ന അധികാര ദുർവിനിയോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ മോദി സർക്കാർ നടപ്പിലാക്കിയ നിരവധി നടപടികൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. അഴിമതി നിരോധന നിയമ ശാക്തീകരണം, കള്ളപ്പണം നിയന്ത്രണം, ആസ്തി പ്രഖ്യാപന നിയമനങ്ങൾ, പൊതുസമ്പത്ത് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് കർശനമാക്കൽ തുടങ്ങിയവ ഭരണ നിലവാരത്തെ ഉയർത്താൻ സഹായിച്ചതായി നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നു. ഇതുപോലുള്ള നടപടികൾ സർക്കാർ നിർവഹിക്കുന്ന അന്വേഷണങ്ങളെ പൊതുജനങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസ്യമായ രീതിയിൽ എത്തിക്കുന്നതിന് സഹായകരമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഉയർന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളവയാണ്. പൊതുനിധി ഉപയോഗിച്ചുണ്ടാക്കിയ സ്ഥാപനം പിന്നീട് വളരെ കുറഞ്ഞ മൂല്യത്തിന് പാർട്ടി നിയന്ത്രിത സ്ഥാപനത്തിലേക്ക് കൈമാറിയതായുള്ള ആരോപണം ജനാധിപത്യത്തിലെ മൂല്യങ്ങളെയും നീതിയുടെ സിദ്ധാന്തങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതാണ്. നിയമ നടപടികൾ നടക്കുമ്പോൾ ഏതു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിനെതിരെ കേസ് ഉയർന്നാൽ അത് രാഷ്ട്രീയ പക എന്ന് വിളിച്ച് തള്ളിക്കളയുക പ്രായോഗിക ഉത്തരവാദിത്തം ഒഴിവാക്കാനുള്ള എളുപ്പ വഴിയാണ്. എന്നാൽ അന്വേഷണം ഒരു സ്വതന്ത്ര പ്രക്രിയ ആയിരിക്കണം. അതിന്റെ ഫലങ്ങൾ ന്യായാധിപത്യ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്തിമമായി വിലയിരുത്തേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം നിയമപരമായ അന്വേഷണം നടത്താൻ അവസരം നൽകുകയും നിർദ്ദേശ പ്രക്രിയകൾക്ക് ഇടപെടാതെ തുടരുകയും ചെയ്യുന്നത് ഒരു ശക്തമായ ഭരണസങ്കല്പത്തെ സൂചിപ്പിക്കുന്നു.
അതിന് മോദി സർക്കാർ നടത്തുന്ന അതീവ ജാഗ്രത ചെറുതല്ല. ഇത്തരം കേസുകൾ പൊതുസമൂഹം കാണുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ സംവിധാനത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും പുനർനിർമ്മിക്കാൻ ആവശ്യമായ അവസരമായി കൂടിയാണ്. അഴിമതിക്കെതിരായ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെക്കുന്നതല്ല, മറിച്ച് ഭരണ സംവിധാനത്തെ കൂടുതൽ ശുചിത്വപരവും വിശ്വസ്തവുമാക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയാണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്. പൊതുജന വിശ്വാസം വീണ്ടെടുക്കാൻ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ഈ സന്ദർഭങ്ങളെ ഗൗരവത്തോടെ കാണുകയും നിയമ നടപടി പരസ്യമായി നേരിടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിനും രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്കും ശക്തി പകരുന്നു എന്നതിൽ സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച